മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ട സംഭവം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ രണ്ടാളുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് മാതാപിതാക്കളെ സംരക്ഷിച്ചവനെ കുറിച്ച്, അതുപോലെ തന്നെ ലൈംഗിക വിശുദ്ധി കൈവരിച്ച ഒരു മനുഷ്യനെ കുറിച്ച്. ഇനി ആ ഒരു പാറക്കല്ല് മുഴുവനായി നീങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് പുറത്തേക്ക് കടക്കാൻ സാധ്യമാകുകയുള്ളൂ. അതിൽ മൂന്നാമതായിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി ഇസ്തഅജർതു ഉജറാ, എനിക്കൊരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു, പണിക്കാരുണ്ടായിരുന്നു റബ്ബേ. വഅതൈതുഹും അജ്റഉം, ഞാൻ അവരുടെ കൂലി ഓരോ ദിവസവും അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഗൈറ റജുലിൻ വാഹിദ്, ഒരാൾ ഒഴികെ. അയാൾ കൂലി കൊടുത്താലും വാങ്ങൂല, എന്നും പണിയെടുത്ത് കൂലി വാങ്ങാതെ തിരിച്ചു പോകുന്ന ഒരുത്തനുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും അവിടെ പ്രതിഫലക്ക് ഞാൻ അന്ന് തന്നെ കൊടുക്കാറുണ്ട്. തറക്കനി, ആ മനുഷ്യൻ എന്നെ വിട്ടുപോയി, പിന്നെ വരാറില്ല, അദ്ദേഹം കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂലിയെല്ലാം ഞാൻ സ്വരൂപിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ്സിലേക്ക് ഇറക്കി. അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ കൂലി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് തന്നെ ഒരുപാട് സമ്പത്തുണ്ടായി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ ഈ മനുഷ്യന്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഈ മുതലാളിയോട് പറയുന്നുണ്ട്, ഞാൻ വാങ്ങാത്ത എന്റെ കൂലി എനിക്ക് തിരിച്ചു തരണം. അപ്പോ ഈ മനുഷ്യൻ ആ തൊഴിലാളിയോട് പറയാണ്, ഈ കാണുന്നതെല്ലാം നിനക്കുള്ളതാണ്. മിനൽ ഇബ്ൽ, ഒട്ടകം, വൽ ബഖർ, പശു, വൽ ഗനം, ആട്, വൽ അംവാൽ, ഈ സമ്പത്ത്, വസ്സുറൂ, ഈ കൃഷി എല്ലാം നിനക്കുള്ളതാണ്. അപ്പൊ ആ തൊഴിലാളി ചോദിക്കുന്നുണ്ട്, ലാ തസ്തഅസി ബി, എന്നെ പരിഹസിക്കുകയാണോ? എന്നെ പരിഹസിക്കണ്ടോ. ലാ അസ്തഅസി ബിക, നിന്നെ പരിഹസിക്കുകയല്ല. നീ ഓരോ ദിവസവും പണിയെടുത്ത് നീ വാങ്ങാതെ പോയ ആ പണമുണ്ടല്ലോ, ഇതിന്റെ കൂലിയുണ്ടല്ലോ, ആ കൂലി ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യ, കുറച്ച് ആത്മാർത്ഥത വേണം. എന്നിട്ട് ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഈ മനുഷ്യൻ, മൂന്നാമതായിട്ടുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, റബ്ബേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണെങ്കിൽ ഫഫ്റജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ആദിഇ അസ്സുഖ്റ, ഈ പാറക്കല്ല് ഗുഹാമുഖത്തിൽ നിന്നൊന്ന് അകറ്റി നിർത്തണേ, മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായിട്ടും നീങ്ങി പോവുകയാണ്. എന്നിട്ട് ഹദീസിന്റെ അവസാന ഭാഗം കാണാം, ഫംഫജറത്തുസ് സഖ്റതു ഫഖറജു യംശൂൻ, ആ ഗുഹാമുഖത്തിൽ നിന്ന് പാറക്കല്ല് പോവുകയും അവർ സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം? സത്യമായും നടന്ന ഈ ഒരു സംഭവം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല. കളവ് പറയാത്ത മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സത്യമായ സംഭവം എന്തുകൊണ്ടാണ് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ എന്ന് പറയുന്ന സൃഷ്ടി ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ മനുഷ്യനെ എത്തിപ്പെടാത്ത രംഗങ്ങളുണ്ട്. മനുഷ്യനെ കൊണ്ട് അതിന് ഒരു പ്രതിമരുന്ന് കാണാൻ പറ്റാത്ത മേഖലകളുണ്ട്. അവിടെ അവനെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും അവനെ സൃഷ്ടിച്ച, അവൻ അനുഗ്രഹങ്ങൾ നൽകിയ, അവനെ പരിപാലിക്കുന്ന, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ജഗനിയന്താവായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നെ സഹായിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ അത് അള്ളാഹിന്റെ ചെറിയൊരു പരീക്ഷണമായിരിക്കും. അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്ത സമന്മാരിലേക്ക് അവർ തിരിഞ്ഞു പോകുകയാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്താ? അവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അവർ നമ്മുടെ ദുആ കേൾക്കും, അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ കഴിയും. പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജാറങ്ങളിലും ദർഗകളിലും മഖ്ബറുകളിലും പോയി അവിടെ സുജൂദ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ കുമ്പിടുന്നു, അവിടെ പണമെറിയുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു ദംബിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഏറ്റവും വലിയ ദംബ്, പാപം ഏതാണ് റസൂലേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വല്ലാത്തൊരു വർത്തമാനമുണ്ട്, അൻത ജഅല ലില്ലാഹി നിദ്ദൻ ഫഹുവ ഖൽഖക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുക, റബ്ബിനെ നീ സമന്മാരെ വെക്കലാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഡ്രസ് വാങ്ങി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ മക്കൾ നമുക്കെതിരായാൽ നമ്മുടെ ആ രക്ഷിതാവിന്റെ പ്രയാസം എത്രയായിരിക്കും? അതുപോലെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവന്നിട്ട് എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഏർപ്പെടുത്തിയിട്ട് അല്ലാഹുവിന് പുറമെ ഒരാളെ വിളിക്കുമ്പോൾ അല്ലാഹുക്ക് എത്ര ദേഷ്യം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഏത് പ്രതിസന്ധിയിലും ഏത് ഘട്ടങ്ങളിലും നമ്മൾ വിളിക്കേണ്ടത് റബ്ബിനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. അല്ലാത്തൊരു സൃഷ്ടികളോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അവരാരും നമ്മളെ സഹായിക്കുകയില്ല എന്ന തൗഹീദിന്റെ ആദർശമാണ് അള്ളാന്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സൽക്രമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളമായി ചെയ്യുക. ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അകപ്പെടുമ്പോ അത്തരം സൽക്രമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് അത്തരം കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം നേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين